Good morning. Good morning, ma'am. 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 Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ വാർഡ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഹോസ്പിറ്റൽ വാർഡ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? Yes, ma'am. അതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ്? എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാല്? ഒരു തരം ഇൻഫെക്ഷൻസോ കാര്യങ്ങളുള്ള രോഗികളെല്ലാം ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കിടത്തുന്ന ഒരു ബെഡ് അറേഞ്ച് ചെയ്ത് കിടത്തുന്നതിനെയാണ് ഹോസ്പിറ്റൽ വാർഡ് അല്ലെ? അതായത് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന പേഷ്യൻസിനെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൂമില് ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ റൂം അതിന് വേണ്ടി സജ്ജീകരിച്ച് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെ? ഇനി അവിടെ അവർക്ക് ചിലപ്പോ ലോങ് ടേം ആയിട്ട് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരാം, ഷോർട്ട് ടേം ആയിട്ട് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരാം. അത് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ, അവരുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ ഏത് രോഗാവസ്ഥ എങ്ങനെയാണ്, രോഗത്തിന്റെ തീവ്രത എങ്ങനെയാണ് എന്നതിനനുസരിച്ചായിരിക്കും അവർ എത്ര നാൾ ആ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അത്രയല്ലേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ? Yes, ma'am. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഒരു ഹോസ്പിറ്റൽ വാർഡ്, ഒരു ഹോസ്പിറ്റൽ ഉള്ളതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ഡയഗ്നോസിസ്? രോഗനിർണയം നടത്താൻ അല്ലെ? ഇപ്പൊ ഒരു വരുന്ന പേഷ്യൻസിന് അവർക്ക് രോഗം എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ ആയിട്ടായിരിക്കും അവർ വരിക. ഇപ്പൊ ഫീവറോ കാര്യങ്ങളോ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവരെന്ത് ചെയ്യുക, നമ്മൾ ഈ ഹോസ്പിറ്റൽ വാർഡില് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുന്നതും അവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്തുന്നതും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയാണ്, അതായത് വരുന്ന പേഷ്യൻസിന് അവരുടെ രോഗനിർണയം നടത്താനും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകാനും വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊമോട്ടിങ് ഹെൽത്ത്. അവരുടെ ഹെൽത്ത് വരുന്ന ഓരോ പേഷ്യൻസിനും എങ്ങനെയാണ്, അവർക്ക് അവരുടെ പല ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും അവരുടെ ആ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അവർക്ക് പോവാൻ വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാർഡിൽ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തേർഡ് പോയിന്റ് ആണ് ടീച്ചിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വാർഡുകളിലൊക്കെ ട്രെയിനീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്ന് നമുക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത്? ഇപ്പൊ നേഴ്സിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ അല്ലാതെ വല്ല ഡിപ്ലോമ ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നവരൊക്കെ നമ്മുടെ വാർഡുകളിൽ വന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു തരാറില്ലേ? ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ MBSc നഴ്സിംഗ് പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ആ വാർഡിൽ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടും നമ്മുടെ വാർഡ് ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്താനായിട്ട് ഏതൊരു വിഭാഗം, ഹോസ്പിറ്റലിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടും റിസർച്ചുകൾ, ഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. കാരണം അത് പുതിയ പുതിയ ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ വരുത്തണം, അതുപോലെ പുതിയതായിട്ട് വരുന്ന കേസുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആളുകൾക്ക്, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ബോധ്യപ്പെടാനും മറ്റു കാര്യങ്ങൾ കൂടുതൽ അറിവുകൾ നേടാനൊക്കെ ആയിട്ട് റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഈ വാർഡ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ. എന്താണ്? പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയറുകൾ പേഷ്യൻസിന് കൊടുക്കാം. ഇപ്പൊ റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നൽകുക. അപ്പൊ പേഷ്യൻസിന് നഴ്സസിന്റെ സേവനം നമുക്ക് ആ ഒരു വാർഡിലാണെങ്കിൽ നഴ്സിന്റെ സേവനം നമുക്ക് ലഭ്യമാകുന്നില്ലേ? അതുപോലെ തന്നെ മെഡിക്കൽ കെയർ, വൈദ്യ പരിശോധനകളും അതുമായി ബന്ധപ്പെട്ട നമുക്ക് പരിചരണങ്ങളൊക്കെ ആ പേഷ്യൻസിന് നല്ല രീതിയിൽ, പ്രൊഫഷണൽ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ്
and all other stores requirements for patient care in an organized manner. നമുക്കറിയാം ഹോസ്പിറ്റലിലെ വാർഡില് ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവിടെ നമുക്ക് മരുന്നുകളും മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തരുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടത്തിനോ കാര്യങ്ങൾക്കോ അല്ല, ആ പേഷ്യന്റിന് എന്താണോ ആവശ്യമായിട്ട് വരുന്നത് ആ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിലായിരിക്കും നമുക്ക് അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ഡ്രഗ്സ് അല്ലെങ്കിൽ എന്ത് മെഡിസിൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ആ കൃത്യമായ സമയങ്ങളിൽ നമുക്ക് നൽകും. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രമീകരിച്ച രീതിയിലാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ വാർഡില് നമുക്ക് ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസിന് എന്ത് ചെയ്യണം, അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും രോഗനിർണയങ്ങൾ നടത്തി ചികിത്സ ലഭ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട്, അതുപോലെ അവരുടെ ഹെൽത്ത് ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ പഠനത്തിനായിട്ട്, അതുപോലെ തന്നെ റിസർച്ചുകൾ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള നഴ്സിംഗ് കെയറും മെഡിക്കൽ കെയറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാൻ, എല്ലാ രീതിയിലും നല്ല കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിലായിരിക്കും ഈ ഹോസ്പിറ്റൽ വാർഡിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ ആണോ? പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ്. ഹോസ്പിറ്റലിലെ ആ വാർഡ് എന്ന് പറയുന്ന ആ ഒരു സ്പേസ് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സ്പേസ് യൂസ് ചെയ്യുന്നത്? ഏതായിരിക്കും? ഏതൊക്കെ ആളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്നത്? പേഷ്യൻസിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാവും അല്ലെ. പേഷ്യൻസിന്റെ ബെഡ് അറേഞ്ച് ചെയ്തതും അവർക്ക് സ്റ്റേ ചെയ്യാനും അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ വാർഡിൽ പോയിട്ടുള്ളവരാണ് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ പേഷ്യൻസിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ നേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടിട്ടില്ലേ? ഒരു നഴ്സിംഗ് സ്റ്റേഷനും അവർക്ക് റെക്കോർഡുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നഴ്സ് റൂം പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ നേഴ്സിന്റെ ഒരു സ്പേസ് ഉണ്ട്, ഇപ്പൊ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്, നഴ്സസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന വാർഡ് സ്പേസ് ആണ് കോറിഡോർസ് അല്ലെങ്കിൽ ഇടനാഴികൾ. അതായത് പേഷ്യന്റ് ഇപ്പൊ നമ്മൾ ആ ഒരു വാർഡിലേക്ക് കടക്കാനായിട്ട് നമുക്കൊരു പ്രധാന വഴി ഉണ്ടാവും അല്ലെ, ഒരു പ്രധാന കവാടം അല്ലെങ്കിൽ ഒരു പ്രധാന നടപ്പാത അല്ലെങ്കിൽ നടവഴി ഉണ്ടാവുമല്ലോ, അതാണ് കോറിഡോർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 3 സ്പേസ് ആണ് വാർഡിനെ 3 സ്പേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ്, നഴ്സിംഗ് സ്പേസ്, അതുപോലെ തന്നെ കോറിഡോർസ് അല്ലെങ്കിൽ നടപ്പാത. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വാർഡ് ആണ്. 2 ടൈപ്പ് ഓഫ് വാർഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ആ പേരുകൾ പഠിച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിളുകളും കൂടി പഠിക്കാം. അതിൽ ടൈപ്സ് ഓഫ് വാർഡിൽ ജനറൽ വാർഡ് നമുക്കറിയാം, ജനറൽ ആയിട്ട് വരുന്ന രോഗങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീവറോ കാര്യങ്ങളോ ഒക്കെയാണ് ജനറൽ ആയിട്ട് വരുന്ന കേസുകൾ നമ്മൾ ജനറൽ വാർഡിലാണ് കിടക്കാറ്. എന്നാൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കെയറുകൾ ആവശ്യമായിട്ട് വരുന്നവരെ സ്പെഷ്യലൈസ്ഡ് വാർഡുകളിലേക്ക് മാറ്റും. ആ സ്പെഷ്യലൈസ്ഡ് വാർഡുകളിലാണ് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാനുള്ളത്. എല്ലാ എക്സാമ്പിളുകളും പഠിക്കില്ല, ജസ്റ്റ് അത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് വാർഡുകളാണുള്ളത്. ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ട്. അതിൽ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ കുറച്ച് എക്സാമ്പിളുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് ഈ സ്പെഷ്യലൈസ്ഡ് വാർഡുകളുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെ ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയായിരിക്കും ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്? ഏതിനു വേണ്ടി? ഏത് തരം പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും? ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സിസേറിയൻസോ സി സെക്ഷൻ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഡെലിവറി അല്ലെ, നമ്മുടെ ആ ഒരു പ്രസവാനന്തര അല്ലെ, പ്രസവത്തിന് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരിയഡിലുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവരെയും നമുക്ക് ഈ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുത്താറുണ്ട്. പ്രഗ്നൻസി സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാര്യങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ മെറ്റേണിറ്റി വാർഡിലാണ് ഉൾപ്പെടുത്താറ്. അപ്പൊ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരുപോലത്തെ ട്രീറ്റ്മെന്റുകൾ വേണ്ടതായിട്ടുള്ള പേഷ്യൻസ് അല്ലേ അതിൽ വരുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഓങ്കോളജി, അതായത് മെഡിസിൻസിന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർജറി കഴിഞ്ഞവര്. ഓങ്കോളജി വാർഡ് എന്ന് പറയുമ്പോൾ ഏത് തരം പേഷ്യൻസ് ആയിരിക്കും?
ഓങ്കോളജി വാർഡ്. വെരി ഗുഡ്. ക്യാൻസർ അല്ലെ, ക്യാൻസർ പേഷ്യൻസ് ആണ് ഓങ്കോളജി വാർഡിൽ വരുന്നത്. അപ്പൊ അവിടെ ക്യാൻസർ ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഉൾപ്പെടുത്തുന്ന വാർഡാണ് ഓങ്കോളജി വാർഡ്, ക്യാൻസർ പേഷ്യൻസ്. അപ്പൊ അതിൽ മെഡിസിൻസ് കഴിക്കുന്നവരോ സർജറി കഴിക്കുന്നവരോ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നെഫ്രോളജി വാർഡ്. നെഫ്രോളജിയുമായി ബന്ധപ്പെട്ടുള്ള വാർഡ് എന്തിനു വേണ്ടിയാണ്? നെഫ്രോളജി കിഡ്നി പ്രോബ്ലംസ് അല്ലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരുന്ന കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്താണ് ഡയാലിസിസ് ചെയ്യുന്നവരോ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ നെഫ്രോളജി വാർഡുകളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഡയാലിസിസ് അതുപോലെ തന്നെ നെഫ്രോളജി വാർഡുകൾ നമ്മൾ ഡയാലിസിസ് വാർഡ്, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലവുമായിട്ട് സിവിയർ കിഡ്നി പ്രോബ്ലം ഉള്ളവരെയൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് കാർഡിയോളജി ആൻഡ് CTVS എന്ന് പറഞ്ഞാൽ എന്താണ്? CTVS കാർഡിയോ തൊറാസിക് വാസ്കുലർ സർജറീസ് ചെയ്തവര് അല്ലെ, അവരെ ഉൾപ്പെടുത്തുന്ന വാർഡാണ് നമ്മുടെ കാർഡിയോളജി വാർഡ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാലോ അല്ലെങ്കിൽ CTVS എന്ന് പറയുന്ന കാർഡിയോ തൊറാസിക് വാസ്കുലർ സർജറികൾ ചെയ്തവരോ, നമുക്ക് ബൈപ്പാസ് സർജറി അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ സർജറികൾ, നമ്മുടെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതുപോലെയുള്ള ഓപ്പൺ സർജറി ഹൃദയവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്താണ് കാർഡിയോളജി വാർഡുകളിലാണ് മാറ്റുന്നത് അല്ലെ. നെക്സ്റ്റ് ന്യൂറോളജി. ന്യൂറോളജി വാർഡ് എന്ന് പറയുമ്പോ ഏതാണ് വരിക? ന്യൂറോളജി നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവ്സ് അല്ലെ, നെർവ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളിൽ വരുന്നതായിരിക്കാം? എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കാം? ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കി നിങ്ങള്. എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? നമ്മുടെ സ്പൈനൽ കോഡിന് അല്ലെ, സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റിയവര്, നമ്മുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്പൈനൽ കോഡ് നമ്മുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ടവര്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലെ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടവര്, ബ്രെയിൻ ഇഞ്ചുറി പറ്റിയവരോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവര് അങ്ങനെയുള്ളവരെയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ന്യൂറോളജി വാർഡുകളിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരെണ്ണം പഠിക്കാനുള്ളതാണ്. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, ഒത്തിരി ഉണ്ട്, ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ നമുക്കൊന്നും അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് മാത്രം നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയാൽ മതിയാവും. അപ്പൊ ഒഫ്താൽമോളജി വാർഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒഫ്താൽമോളജി വെരി ഗുഡ്. ഐയുമായിട്ട് അല്ലെ, നേത്ര വിഭാഗമാണ്. അപ്പൊ കണ്ണ് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ, തിമിര ശസ്ത്രക്രിയ ചെയ്യുന്ന അല്ലെ, ഒത്തിരി ശസ്ത്രക്രിയകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഒഫ്താൽമോളജി വാർഡ്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ആ ഒരു പോയിന്റ്സിന്റെ കൂടെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ നിന്ന് അങ്ങനെ ചോദിക്കാറില്ല. ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാറുള്ളത്. നെക്സ്റ്റ് ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്? വാർഡുമായി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. ഫസ്റ്റ് വരുന്നതാണ് അതില് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടും? പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പേഷ്യൻസിന്റെ ആ ഒരു ഭാഗം, അവിടെയല്ലേ നമ്മൾ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ഏരിയ, നഴ്സസ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ? ഒരു വാർഡുമായി ബന്ധപ്പെട്ട് നഴ്സസ് സ്റ്റേഷൻ അതുപോലെ തന്നെ നഴ്സിന് ഇരിക്കാനായിട്ട് ഒരു കൗണ്ടർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ അത് പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ വാർഡ്, അവിടേക്ക് കുറച്ച് ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്തൊരു റൂമാണ്. അതിന് നമുക്ക് അവിടേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു നഴ്സിന് ഒരു പ്രത്യേകമായിട്ട് നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെ, നഴ്സിന്റെ ഒരു ഏരിയ ഉണ്ടാവും. അവിടെ ഒരു നഴ്സിംഗിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ഉണ്ടാവും അല്ലെ. നഴ്സസിന് വേണ്ടി ഒരു കൗണ്ടർ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് അപ്പൊ നഴ്സസിന് അവിടെ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ കാര്യങ്ങൾ എഴുതാം. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതുപോലെ മെഡിസിൻസ് എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിലോ കാര്യങ്ങളൊക്കെ അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഏതെങ്കിലും പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വിസിറ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു നഴ്സിംഗ് കൗണ്ടറിലാണ് നമ്മൾ ആദ്യം ബന്ധപ്പെടുക അല്ലെ. ഇന്ന പേഷ്യൻസ് ഈ ഒരു വാർഡിൽ അഡ്മിറ്റ് ആണോ, നമ്മൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന പേഷ്യന്റ് അവിടെ ഉണ്ടോ എന്നാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ചോദിക്കുക
ചോദിക്കുന്നത് ആ ഒരു നഴ്സിംഗ് കൗണ്ടറിൽ പോയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസപ്ഷനും കൂടിയാണ് അല്ലെ അത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതൊക്കെ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ഏരിയ, സഹായകരമായിട്ടുള്ള ഏരിയ. ക്ലിനിക്കൽ ഏരിയക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഏരിയ ആണ് ഓക്സിലറി ഏരിയ. അതിൽ വരുന്നത് നഴ്സസിന് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെ ഡേ ടൈമിൽ അവരങ്ങനെ നഴ്സിംഗ് റൂം അധികം ഉപയോഗിക്കാറ് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ നൈറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു 5-10 മിനിറ്റ് അവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഐറ്റംസ്, അവരുടേതായ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നഴ്സസ് റൂം കണ്ടിട്ടുണ്ടോ? വാർഡുമായി ബന്ധപ്പെട്ട് നഴ്സസ് റൂം കിട്ടിയില്ലേ? അപ്പൊ നേഴ്സസിന്റെ ഒരു റൂം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും ഇതുപോലെയുള്ള റൂം ഉണ്ട്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ ഡോക്ടേഴ്സിന്റെ റൂം അധികം കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ അല്ലെ. അവർ റൗണ്ട്സ് കഴിഞ്ഞ് തിരിച്ചു പോകും. അതേസമയം നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് റൂമും അനുവദിച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് ഓക്സിലറി ഏരിയയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ആൻസിലറി ഏരിയ. ഇതുമായി അനുബന്ധമായ ആൻസിലറി എന്ന് പറഞ്ഞാൽ അനുബന്ധം അല്ലെ കേട്ടോ, അനുബന്ധമായിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്? പാൻട്രി. പാൻട്രി എന്താണ്? പാൻട്രി എന്ന് പറയുന്നത് നമ്മൾ പാൻട്രി എന്ന് പറയുന്നത് എന്താണ്? കലവറ അല്ലെ. കലവറ എന്നല്ലേ പാൻട്രിയുടെ ഒരു നമ്മൾ മലയാളീകരിച്ച് പറയുമ്പോൾ പാൻട്രി എന്ന് പറഞ്ഞാൽ കലവറ. ഇവിടെ പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് നഴ്സസ് ട്രേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സിസേഴ്സ് പോലുള്ള അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ. ഇപ്പൊ ട്രേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറ പറ്റിയാലോ അല്ലെങ്കിൽ അഴുക്കത്തായി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് പാൻട്രി. പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ട്രേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡേ റൂം എന്ന് പറയുമ്പോൾ അത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ പേഷ്യൻസ് വാർഡിലാവുമ്പോ അവർ ഒത്തിരി ബെഡുകളുടെ ഇടയിൽ അല്ലെ അങ്ങനെ ഒരു റൂമായിട്ടൊന്നും തിരിച്ചിട്ടല്ലല്ലോ കിടക്കുന്നത്. ഒത്തിരി ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി ആളുകളൊന്നും പരിചയമില്ലാത്ത ഒത്തിരി ആളുകളും കാര്യങ്ങളും വന്നു പോവുക, താമസിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വരുന്ന പേഷ്യൻസിന് ഡേ ടൈമില് പകൽ സമയത്ത് അവിടെ ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ, അവർക്ക് ആ ഒരു അവിടെ ഇരുന്നിട്ട് അവർക്ക് ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഡേ റൂമിൽ വന്നിട്ട് എന്ത് ചെയ്യാം? സിറ്റ് ആൻഡ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു റൂമാണ് ഡേ റൂം എന്ന് പറയുന്നത്. ഡേ റൂം എന്ന് പറഞ്ഞ ഒരു സ്പേസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാം? ഡേ ടൈമിൽ അവർക്ക് സിറ്റ് ആൻഡ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു റൂമാണ് ഡേ റൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രോളി വേ. ട്രോളീസ് ഒക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് സാനിറ്ററി ഏരിയ അല്ലെ. സാനിറ്ററി ഏരിയ നമുക്കറിയാം എന്താണ്? ടോയ്ലറ്റുകള്. അപ്പൊ വാർഡിൽ എങ്ങനെയാണ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കുക? എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോ ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ടാവോ? ഇല്ലല്ലോ. ഒരു കോമൺ ആയിട്ടായിരിക്കും അല്ലെ. ആ വാർഡിലുള്ള എല്ലാ പേഷ്യൻസിനും കൂടി കോമൺ ആയിട്ടുള്ള എന്തായിരിക്കും? ടോയ്ലറ്റ് സൗകര്യങ്ങളായിരിക്കും. അതുപോലെ ഡേർട്ടി യൂട്ടിലിറ്റി റൂം ഉണ്ടായിരിക്കും. എന്താണ്? നമ്മുടെ വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വാർഡുകളിലാവുമ്പോൾ ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അവർ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റ് പനികൾ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഡിസ്പോസ് ചെയ്യാനും അതൊക്കെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ആ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അഴുക്കായതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു വാർഡ് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് എന്തൊക്കെയായിരുന്നു? 4 ഏരിയാസ് നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ ഏരിയ, അതിൽ വരുന്നത് പേഷ്യൻസ് ഏരിയ, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ വരുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്? നഴ്സസിന്റെ റൂം, ഡോക്ടേഴ്സിന്റെ റൂം പോലെയുള്ളവ. ആൻസിലറി ഏരിയയിൽ വരുന്നതാണ് പാൻട്രി, ഡേ റൂം, അതുപോലെ ട്രോളി ബേക്ക് വേണ്ടിയുള്ള സ്പേസ്. സാനിറ്ററി ഏരിയയിൽ വരുന്നതാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ ഡേർട്ടി യൂട്ടിലിറ്റി അഴുക്കായതോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്താ? ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ. ഓക്കെ ആണോ? മെയിൻ കമ്പോണൻസ്. ഓക്കെ.
നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു വാർഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കണം. അപ്പൊ ഒരു വാർഡ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അവിടെ പോളിസികൾ, അതായത് ഏതൊരു ഹോസ്പിറ്റൽ ഏതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടും അവരെങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ആ വാർഡിന്റെ ഡ്യൂട്ടി കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും ആ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കുറെ നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അത് ഓരോ വിഭാഗങ്ങൾക്കും ഉണ്ട്. ഹോസ്പിറ്റലിന് മൊത്തത്തില് ഹോസ്പിറ്റലിൻ്റെതായ ഒരു പോളിസി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ വാർഡുകളിലായിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലായിക്കോട്ടെ, ആ ഡിപ്പാർട്ട്മെന്റിൽ ആ വാർഡിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാലിക്കുക, ഫോളോ ചെയ്യുക. അതാണ് ആദ്യത്തെ വരുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പാലിച്ചാലാണ് ആ വാർഡിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ വാർഡിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസികളും എല്ലാ നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. സെക്കൻഡ് പോയിന്റ് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡില് നമുക്ക് എന്തൊക്കെ ചുമതലകളാണ്, എന്തൊക്കെയാണ് നമുക്ക് നിർവഹിക്കേണ്ടത്, എന്തൊക്കെ ഡ്യൂട്ടികളാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, അത് ആരാണ് ചെയ്യേണ്ടത്, അവിടെയുള്ള സ്റ്റാഫുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ കുറെ ഡ്യൂട്ടി കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ വാർഡിൽ എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് അതിന്റെ എല്ലാ ചുമതലകളെ കുറിച്ചുമുള്ള അറിവ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിലുള്ള ഡ്യൂട്ടികൾ, എന്തൊക്കെ ഡ്യൂട്ടിയാണ് വാർഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള എന്തൊക്കെ ചുമതലകൾ വാർഡിൽ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചുമതല, ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നല്ല അറിവ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ് എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസവും വാർഡിൽ എന്തൊക്കെ വർക്ക് നടക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക. അപ്പൊ ഒരു ദിവസം ഒരു വാർഡില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ പേഷ്യൻസ് ആണുള്ളത്, എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ അത് പ്ലാൻ ചെയ്ത് ആ പ്രോഗ്രാം നടപ്പിലാക്കുക. ഫോർത്ത് പോയിന്റ് പറയുന്നതാണ് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു വാർഡിലെ ആക്ടിവിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ എന്ത് ചെയ്യുക, ഇപ്പൊ നൈറ്റ് ഒക്കെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും കൃത്യസമയങ്ങളിൽ അവരെന്ത് ചെയ്യും, നമ്മൾ ആ കിടക്കുന്നതിന് മുൻപ് നമുക്ക് കൊണ്ടുവന്ന് തന്ന് അതിനിടയിൽ ഇനി രാത്രി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം അല്ലെ. അതല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മളെ വന്ന് വിളിച്ചെണീപ്പിക്കും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ ചെയ്തു തരാറില്ലേ നഴ്സസ്. വാർഡിലൊക്കെ അഡ്മിറ്റ് ആയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ റൂമിലാണെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാറുണ്ടോ? അവർ എണീറ്റിട്ട് പിന്നെ കൊടുക്കാം എന്നുള്ളത് വെയിറ്റ് ചെയ്യാറില്ലല്ലോ. അവർ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഓരോ ദിവസവും ആ വാർഡിലെ ഡ്യൂട്ടികൾ കൃത്യസമയത്ത് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, preventing interruptions, establishment of ward routines. അപ്പൊ വാർഡിൽ ഇങ്ങനെയുള്ള ഒരു ദിനചര്യകളുണ്ട് അല്ലെ. വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോന്നും ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു റൊട്ടീൻ ഇല്ലേ, ദിനചര്യ. രാവിലെ എഴുന്നേൽക്കുന്നു, നേരെ എന്ത് ചെയ്യുന്നു, ബാത്റൂമിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നു, പിന്നെ എന്താണ് നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ എക്സസൈസ് ചെയ്യും. അതിനുശേഷം അവരുടെ ഓരോ ഡ്യൂട്ടിയും ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന ദിനചര്യകളുണ്ട്. അതുപോലെ തന്നെ വാർഡിലും ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഒന്ന് കഴിഞ്ഞാൽ
നടത്തുന്നു അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡെയിലി ദിനചര്യകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാൽ ആ ഡെയിലി അങ്ങനെ ചെയ്യുന്ന ആ റൂട്ടീൻസ് അല്ലെങ്കിൽ ദിനചര്യകളിൽ എന്തെങ്കിലും അത് സ്ഥാപിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാൽ, ഇപ്പൊ എന്തെങ്കിലും നഴ്സസ് പെട്ടെന്ന് ലീവ് ആയാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരാൻ സമയം ലേറ്റ് ആയാലോ അവരുടെ ആ ഒരു ഡെയിലി റൂട്ടീൻസിന് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ അതിനേക്ക് എന്ത് ചെയ്യുക, തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ വാർഡ് റൊട്ടീൻസിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാതെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡിലെ ആ ഒരു നയങ്ങള്, കാര്യങ്ങള്, നടപടിക്രമങ്ങളൊക്കെ അത് നടപ്പിലാക്കുന്ന സമയത്ത് ആ വാർഡിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി, അതായത് വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളെയും, അതായത് ഒരാളുടെ ഒരു ഓർഡർലി രീതിയിൽ അവരുടെ മാത്രം ഒബേ ചെയ്തുകൊണ്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് ആ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെയും കൂടി പങ്കാളികളാക്കി, അതാണ് ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ആശയങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആ വാർഡ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാഫ് ആ വാർഡിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ പുതിയ സ്റ്റാഫ് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ അവർക്ക് ഡ്യൂട്ടി കൊടുക്കണം അല്ലെ. പുതിയതായിട്ട് വരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, ഡ്യൂട്ടി കൊടുക്കണമല്ലോ. അപ്പൊ നിലവിലുള്ള ഡ്യൂട്ടികൾ എന്ത് ചെയ്യുക, പരിഷ്കരണങ്ങൾ നടത്തുക. അതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പരിഷ്കരണങ്ങൾ നടത്തി മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ വന്നിരിക്കുന്ന മെമ്പറെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്യൂട്ടികൾ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. പേഷ്യൻസിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വളരെ കാര്യക്ഷമമായിട്ട് വാർഡിലെ എല്ലാ കാര്യങ്ങളും വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ, ആവശ്യമായിട്ട് വരുന്ന സപ്ലൈസ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. വാർഡിലെ ഡ്യൂട്ടികൾ, കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ട് അവിടുത്തെ വർക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയൊക്കെ ഓർഡറുകള്, അവര് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ നമ്മുടെ രോഗിയുടെ അടുത്ത് വരുന്ന സമയത്ത് പേഷ്യൻസിനോട് ഇങ്ങനെ അവരുടെ എന്തൊക്കെ മരുന്നുകൾ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്ത് കഴിക്കണം എന്നുള്ള രീതിയിലുള്ള ഓർഡറുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാറില്ലേ. അതൊക്കെ പേഷ്യൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. ഡോക്ടർ പറയുന്നത് പേഷ്യന്റിന് മനസ്സിലായില്ല എങ്കിൽ പേഷ്യൻസിന് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും പറയുന്ന നിർദ്ദേശങ്ങള് വ്യക്തമാക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. അപ്പൊ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, മെഡിക്കൽ കെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു റെക്കോർഡുകൾ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതില് ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റുകൾ, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും, ഫുൾ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. ആ ഹോസ്പിറ്റൽ വാർഡിലുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ ജീവനക്കാരും എങ്ങനെയായിരിക്കണം, ഹൈ മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മനോവീര്യം അല്ലെ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്. ഇപ്പൊ നമുക്കറിയാം ഒരു വാർഡില് വരുന്ന സ്റ്റാഫുകളാണെങ്കിൽ കൂടി, ഇപ്പൊ വാർഡിലുള്ള പേഷ്യൻസ് ആണെങ്കിലും പെട്ടെന്ന് അവർക്ക് എന്താവാം, അവരുടെ കണ്ടീഷൻ ചിലപ്പോൾ ക്രിട്ടിക്കൽ ആവാം. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ അവരവിടെ പതറിപ്പോവും അല്ലെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും
മെമ്പേഴ്സും എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല മനോധൈര്യമുള്ളവർ, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ലെവലുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറയിൽ എമംഗ് ഫുൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും അങ്ങനെ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ വാർഡ് ആൻഡ് വിത്ത് ദ അതർ അസോസിയേറ്റ്സ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിനുള്ളിലുള്ള ആളുകൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം. അതുപോലെ തന്നെ ഈ വാർഡുമായി സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുമായിട്ടും നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഇവിടെ എന്ത് ചെയ്യണം? സ്ഥാപിച്ചിരിക്കണം. ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന, ഹോസ്പിറ്റൽ വാർഡിനുള്ളിലുള്ള ജീവനക്കാർ മാത്രമല്ല, അതുമായി സഹകരിച്ചു പോകുന്ന മറ്റ് ജീവനക്കാരുമായിട്ടും നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിനിധിക്ക്, അല്ലെ? പ്രതിനിധി അല്ലെങ്കിൽ പ്രതിനിധി ഉത്തരവാദിത്തം. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിനിധി ഉത്തരവാദിത്തം. അപ്പൊ നമ്മള് ഓരോ വാർഡിലുള്ള ഡ്യൂട്ടികൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഓരോരുത്തർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ന ഡ്യൂട്ടീസ്. നഴ്സസിന് അവരുടേതായ ഡ്യൂട്ടി, മറ്റ് ഹെൽപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി, ഡോക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത് ആര് തന്നെയാണ്? അവര് തന്നെയായിരിക്കണം, അല്ലെ? അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കണം. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. എന്താണ് ഇവിടെ അസൈൻമെന്റ്സ് എന്നുള്ളത്? എന്താണ്? ഏൽപ്പിക്കപ്പെട്ട ചുമതലകള് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ ഡ്യൂട്ടി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും, അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യാനായിട്ട്? അവിടെയുള്ള ജോലികള്, അവിടെ എന്തൊക്കെ ഏൽപ്പിക്കപ്പെട്ട ചുമതല അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ ആളുകൾക്കും, സ്റ്റാഫുകൾക്കും കൊടുക്കാനായിട്ട്, അല്ലെ? അത് ചെയ്യാൻ അറിയാത്തവരുടെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ സ്റ്റാഫുകൾ, ഇപ്പൊ നഴ്സസിനാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഡ്യൂട്ടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവരെ ആ ഒരു ചുമതല ഏൽപ്പിക്കുക. നെക്സ്റ്റ് പറയുന്നത് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്. നമുക്കറിയാം, അപ്പൊ വാർഡിലുള്ള സ്റ്റാഫുകള് ഫുൾ ടൈം എങ്ങനെയാണോ നിൽക്കുക, അല്ലെ? അവർക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അവരുടെ ഡ്യൂട്ടി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയൊക്കെ ആയിരിക്കില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്ന സെക്കൻഡ് ലാസ്റ്റ് പോയിന്റില് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്. അവിടെയുള്ള ജോലിക്കാർ, അവിടെയുള്ള ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അവരുടെ ഡ്യൂട്ടി. ഇനി അതുപോലെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് വിസിറ്റേഴ്സ് ടൈം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഷ്യൻസിന് വരേണ്ടതായിട്ടുള്ള സമയം. അതുപോലെ വിസിറ്റേഴ്സ് ടൈം എത്ര സമയമായിരിക്കണം? ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ടൈം എന്ത് ചെയ്യുക? ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. അവിടെ വരുന്ന എന്താണ്? അവിടെ വരുന്ന പഠിക്കാനായിട്ട് വരുന്ന ഒത്തിരി സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ശരിയായ രീതിയിലെല്ലാം മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്? നമ്മള് വാർഡ് മാനേജ്മെന്റ് നല്ല രീതിയിൽ വാർഡ് മാനേജ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണോ? ഫസ്റ്റ് പോയിന്റ് കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ അതോട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ? ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എങ്ങനെ പരിചരണം കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ്, ആ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ്, എന്തൊക്കെ നടപടിക്രമങ്ങൾ, എന്തൊക്കെ നയങ്ങളാണ് പാലിക്കേണ്ടത്, അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. രണ്ടാമത് പറഞ്ഞ എന്താണ്? പേഷ്യൻസിന് എന്തൊക്കെയാണോ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വാർഡില് ഓരോ ജീവനക്കാരും എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചുമതലകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ആ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ് പറഞ്ഞ എന്താണ്? ഒരു പ്ലാൻഡ് പ്രോഗ്രാം. ഓരോ ദിവസവും ആ വാർഡിൽ എന്തൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്
എന്നതിനെ കുറിച്ചൊരു പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് ആ വാർഡിലെ ഓരോ ദിവസവും ആ വാർഡിലെ ഡ്യൂട്ടികൾ രാവിലെ ഓൺ ടൈമിൽ വളരെ കൃത്യസമയത്ത് തന്നെ ആ ഒരു ടൈമിൽ തന്നെ ആ ഡ്യൂട്ടികൾ എന്ത് ചെയ്യുക, ആരംഭിക്കുക. നെക്സ്റ്റ് പറഞ്ഞത് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. വാർഡിലെ ദിനചര്യകൾ, ഓരോരോ ദിനചര്യകളിൽ ഒരു കാര്യം ചെയ്താൽ അടുത്ത നെക്സ്റ്റ് ഇന്ന പ്രോഗ്രാം ആണ് ചെയ്യുന്നത്, ഇന്ന ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്, ഓൾറെഡി പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെന്ത് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് പോവുക. നെക്സ്റ്റ് യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോളിസികളും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒരാൾ പറഞ്ഞു മറ്റുള്ളവരെ അനുസരിക്കുകയല്ല ചെയ്യേണ്ടത്, മറ്റു എല്ലാ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. നെക്സ്റ്റ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് വന്നാൽ അവരെ എന്ത് ചെയ്യുക, ഓറിയന്റേഷൻ ചെയ്യുക. അല്ലെങ്കിൽ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് വന്നാൽ ആ ഹോസ്പിറ്റൽ വാർഡിലെ ഡ്യൂട്ടികളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെ, പരിഷ്കരണങ്ങൾ വരുത്തിയിട്ട് അവരെയും കൂടി ആ ഡ്യൂട്ടികൾ ഉൾപ്പെടുത്തി അവർക്കും കൂടി ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞത് മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വളരെ കാര്യക്ഷമമായിട്ടുള്ള വർക്ക് ആ വാർഡിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വന്നാലോ അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാലോ അതൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയൊക്കെ ഓർഡറുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പേഷ്യൻസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എല്ലാ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നല്ല രീതിയിലുള്ള മനോധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവലും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്താ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ നല്ല കോൺഫിഡൻസ് ലെവൽ ഉള്ളവരും ആയിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. ആ ഒരു ഹോസ്പിറ്റൽ വാർഡിനുള്ളിലുള്ള ആളുകൾ തമ്മിൽ, ജീവനക്കാർ തമ്മിലും ആ വാർഡുമായി സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാരുമായി തമ്മിലും ഒക്കെ എന്താണ്, ഒരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് നിലനിർത്തുക. നെക്സ്റ്റ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. പ്രതിനിധി ഉത്തരവാദിത്വം. ഓരോ ആളുകൾക്കും സ്റ്റാഫുകൾക്കും അവർക്ക് ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടികൾ അവരെന്ത് ചെയ്യുക, അവരൊരു പ്രതിനിധിയായി നിന്നുകൊണ്ട് കൃത്യമായിട്ട് ആ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നെക്സ്റ്റ് വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. എന്താണ്, ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റാഫുകളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ കഴിവനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ ശരിയായ പ്ലാനിങ്ങോട് കൂടി ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഓരോ ജോലികളെ ഏൽപ്പിക്കുക. നെക്സ്റ്റ് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്. അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് സമയം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അവരുടെ ഡ്യൂട്ടി, ഇന്ന സമയം മുതൽ ഇന്നതാണ് അടുത്ത ഷിഫ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവർക്ക് ചിലപ്പോൾ ലഞ്ച് ബ്രേക്കോ കാര്യങ്ങളോ ഉണ്ടാവാം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അവിടെ പേഷ്യൻസിന്റെ അവിടെ റൗണ്ട്സിന് വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, വിസിറ്റേഴ്സിനുള്ള സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പറഞ്ഞാൽ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ആ വരുന്ന പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ അവരുടെ വർക്കുകളൊക്കെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഇത്രയും ഫാക്ടേഴ്സ് നല്ലൊരു വാർഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ആണോ? ആ പോയിന്റ്സ് അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ്
ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി, വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. കുറച്ച് ഡ്യൂട്ടീസ് ഇതിൽ പഠിക്കാനുണ്ട്, ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ എങ്കിൽ പോലും ഇതിനെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. ഇപ്പൊ ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്കിന്റെ ഡ്യൂട്ടി അല്ലേ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ, അത് കുറച്ച് എന്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും അല്ലെ, റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഡ്യൂട്ടീസ് വരിക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാഹരിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക. എന്താണ്? ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ടുകള്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ ചാർട്ടുകള്, അതുപോലെ അവരുടെ റിപ്പോർട്ടുകള്, അതുപോലെ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ. ഇപ്പൊ റെഫറൻസോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള കത്തിടപാടുകള്, അതുപോലെ പേഷ്യൻസിനുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകള്, അവരുടെ മെഡിക്കൽ ചാർട്ടുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുക അല്ലെങ്കിൽ സമാഹരിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് ആദ്യത്തെ ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്. കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പേഷ്യൻസ് അല്ലെ. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് അല്ലേ. അപ്പൊ പേഷ്യൻസിനെ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ അവരെ അസസ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ്. ആ പേഷ്യൻസിന് നൽകുന്ന സർവീസ് അല്ലെങ്കിൽ സേവനങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഗുണനിലവാരത്തിന്റെ ആ ഒരു മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ടോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സ് ആ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൽ സംതൃപ്തരാണോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. അപ്പൊ എന്താ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്? പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുകയും അവർക്ക് കൊടുക്കുന്ന ആ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ആ സേവനങ്ങൾ കൊടുക്കുന്നത് വഴി പാലിക്കപ്പെടുന്നുണ്ടോ, ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ പേഷ്യൻസ് അതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ സംതൃപ്തരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുക. നെക്സ്റ്റ് പോയിന്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യൻസ് കെയർ യൂണിറ്റ്. ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫുകളുമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഹെൽത്ത് കെയർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ടുകൾ കൊടുക്കുക. ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റനൻസുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതും നടപ്പിലാക്കുക. എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റനൻസുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതും ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. ഇവിടെ എന്താണ്? ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരു ഹോസ്പിറ്റൽ വാർഡിനുള്ളിലുള്ള സ്റ്റാഫുകൾ എല്ലാവരും തമ്മിൽ ഒരു നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രമല്ല ഒരു മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. വാർഡിലാണെങ്കിൽ പോലും ട്രാഫിക് ഉണ്ടാവണം. ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? തിരക്ക് അനുഭവപ്പെടുന്നതിനല്ലേ നമ്മൾ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പൊ വാർഡിൽ എങ്ങനെയൊക്കെ ട്രാഫിക് വരാം? വാർഡിൽ വരുമ്പോ ആ തിരക്ക് എങ്ങനെയൊക്കെ അനുഭവപ്പെടാം? വാർഡിൽ എങ്ങനെയൊക്കെ ആയിരിക്കും തിരക്ക് അനുഭവപ്പെടുന്നത്? ഒന്നാലോചിച്ച് നോക്കിയേ. അറിയില്ല, ഒരു ഐഡിയ ഇല്ല. എങ്ങനെയായിരിക്കും? ഇപ്പൊ വാർഡിൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, ഒത്തിരി പേര് അവരെ വിസിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാല് തിരക്കുകൾ അനുഭവപ്പെടും അല്ലെ? അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ വാർഡിലേക്ക് ഒത്തിരി പേഷ്യൻസിനെ കൊണ്ടുവന്നാലോ അവർക്ക് ബെഡ് അവൈലബിൾ അല്ല എങ്കിൽ കൂടിയും പുതിയ അഡ്മിഷൻസ് അല്ലെ, പുതിയ അഡ്മിഷൻസ് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു തിരക്ക് അനുഭവപ്പെടാം അല്ലെ? അപ്പൊ
അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാണെങ്കിൽ അത് കൃത്യമായിട്ട് ആരാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പോവേണ്ടത്? ഈ ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ് ആൻഡ് ഇൻഷുർ അപ്രോപ്രിയേറ്റ് cleanliness of all units. എന്ത് ചെയ്യുക? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആർക്കാണ്? എല്ലാ നഴ്സസിനും നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് അല്ലെങ്കിൽ സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്. വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ യൂണിറ്റുകളും കൃത്യമായിട്ടുള്ള ക്ലീൻനെസ് വൃത്തി ആയിട്ട് എന്ത് ചെയ്യുക? ആ യൂണിറ്റുകളെല്ലാം വൃത്തിയായിട്ട് തന്നെയാണോ അത് നിലനിർത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. ഇവിടെ എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടേഴ്സിൽ അപ്ഡേറ്റ് ആയിട്ട് ആ പേഷ്യൻസിന്റെ ഡേറ്റാബേസ് കമ്പ്യൂട്ടേഴ്സിൽ അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതുകൂടാതെ ആ പേഷ്യൻസിന്റെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആ ഉടനടി തന്നെ അവിടുത്തെ ആ നഴ്സിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുക? അറിയിക്കുക. അതാണ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. പേഷ്യൻസിന്റെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ആ നഴ്സിംഗ് സ്റ്റാഫുകളെ അറിയിക്കുക. നെക്സ്റ്റ് കോർഡിനേറ്റ് വിത്ത് വേരിയസ് departments and ensure proper services and supplies of units. എന്ത് ചെയ്യുക? കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വരുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റൽ വാർഡിന്. അപ്പോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ശരിയായി സഹകരിച്ചു പോവുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് എൻഷുവർ പ്രോപ്പർ സർവീസസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ നൽകാനും ഇനി ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ആ ഹോസ്പിറ്റൽ വാർഡിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ഹോസ്പിറ്റൽ വാർഡിനുള്ളിൽ മാത്രമല്ല ഒരു കോർഡിനേഷൻ വേണ്ടത്, ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിക്കുകയും അതുവഴി നമുക്ക് ആ വാർഡുകളിലേക്ക് ആ വാർഡിലെ ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്സ് വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അത് എന്ത് വെച്ചിട്ടായിരിക്കണം? അതുമായി ആൻസിലറി എന്ന് പറഞ്ഞാൽ അനുബന്ധ റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമുക്ക് ടെസ്റ്റുകളോ കാര്യങ്ങളോ അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അത് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ അതൊരു അനുബന്ധ റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ ചാർട്ടുകൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ അപ്ഡേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്താണ് ചെയ്യേണ്ടത്? ഡിസ്ചാർജ് സമ്മറികൾ പേഷ്യൻസിന് എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്ചാർജ് സമ്മറികൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് കീപ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുക. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് അൺസെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. ഇനി ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും MRD എന്ന് പറഞ്ഞ ഏതാണ് അറിയോ? MRD ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടാ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, അപ്പൊ അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഒത്തിരി ട്രീറ്റ്മെന്റിന്റെയും കാര്യങ്ങളെ പറ്റിയുള്ള ഫയലും ചാർട്ടും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്ത് പോയ ശേഷം ആ ഒരു MRD അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുക? സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പിന്നീട് ആ പേഷ്യന്റ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാറില്ലേ? ഒരു പ്രാവശ്യം നമ്മൾ ഒരു ചാർട്ടോ കാര്യങ്ങളോ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു നമ്പർ വെച്ച് നമുക്ക് അതേ ഫയൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാറില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? ഉണ്ടോ?
ചെയ്യാൻ പറ്റാറുണ്ടോ? അത് തന്നെ എവിടെയും പറയുന്നത്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നാൽ പോലും നമ്മുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങൾ അവിടെ സുരക്ഷിതമായിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് പിന്നീട് ആ പേഷ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടെടുത്ത് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ഡോക്ടേഴ്സിനാണെങ്കിലും ആ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. ഇനി ഇവരെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഫിസിഷ്യൻസ് അതുപോലെ അവിടെ വരുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സസ് ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും, എല്ലാ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ എല്ലാ ഡോക്ടേഴ്സ് അവരുമായി ബന്ധപ്പെട്ട ചില മെഡിക്കൽ റെക്കോർഡുകൾ, ഇപ്പൊ അവരുടെ അറ്റൻഡൻസ് റെക്കോർഡുകൾ, അവർ വരുന്ന ആ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് റൊട്ടീൻസിന് വരുന്ന സമയം, ഏതൊക്കെ ദിവസം അവരുടെ ലീവ് ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ പേഷ്യൻസുമായി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ള ഫിസിഷ്യൻസും മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, മോണിറ്റർ ഓൾ എമർജൻസി കോഡ്സ് ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എന്താണ് എമർജൻസി കോളുകൾ? ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് ഒരു എമർജൻസി കോളുകൾ വരാണെങ്കിൽ അതെന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, നിരീക്ഷിക്കുക. ആൻഡ് ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഇനി ഒഴിവാക്കാൻ ഒരു ഫെസിലിറ്റി സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കാരണം എല്ലാ കോളുകളും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലാത്ത ഒത്തിരി കോളുകളൊക്കെ വരാം അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എമർജൻസി കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ലാത്തവ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ പറ്റുന്നവ ഒഴിവാക്കുക. നെക്സ്റ്റ്, placing doctor's visit, ECG, echo, etc. in medical records. പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ എന്തൊക്കെ ചെയ്യണം? പേഷ്യന്റിനെ എക്കോ ചെയ്തിട്ടുണ്ടെങ്കിലോ, ECG ചെയ്തിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്ത സമയം എന്നുള്ള കാര്യങ്ങളെല്ലാം മെഡിക്കൽ റെക്കോർഡുകളിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാട്ടോ. കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. മെഡിക്കൽ പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന കത്തിടപാടുകള്, അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ശേഖരിക്കുകയും റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പേഷ്യൻസിനെ ശരിയായ രീതിയിൽ വിലയിരുത്തുകയും അവർക്ക് കൊടുക്കുന്ന ഓരോ സേവനം, വാർഡിൽ നിന്ന് കൊടുക്കുന്ന ഓരോ സേവനവും ആ കൃത്യമായിട്ടുള്ള ഗുണമേന്മ അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള സേവനമാണ് അവർക്ക് കൊടുക്കുന്നത്. അതുമൂലം ആ പേഷ്യന്റ് വളരെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ സംതൃപ്തരാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി വിലയിരുത്തുക. തേർഡ് പോയിന്റ് പറയുന്നത് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. കൃത്യമായിട്ട് ആ പേഷ്യന്റ് കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റനൻസുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറഞ്ഞത് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ആ ഒരു ഹോസ്പിറ്റൽ വാർഡിനുള്ളിലുള്ള സ്റ്റാഫുകൾ തമ്മിൽ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ ട്രാഫിക് മാനേജ്മെന്റ്, അവിടെ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വിസിറ്റേഴ്സിന്റെ തിരക്ക് വന്നാലോ അല്ലെങ്കിൽ ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ന്യൂ അഡ്മിഷൻസ് വന്നാലോ ഒക്കെ ആ വരുന്ന ആ ഒരു തിരക്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ്. എല്ലാ നഴ്സസുകൾക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക. അതുപോലെ തന്നെ എല്ലാ യൂണിറ്റും ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ യൂണിറ്റുകളും നല്ല വൃത്തിയുള്ളതാണോ എന്നും ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡേറ്റാബേസുകളും കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അതുകൂടാതെ എന്തെങ്കിലും അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ അത് നഴ്സസിനെ അറിയിക്കുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളുമായി ഹോസ്പിറ്റൽ വാർഡ് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന
പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുക. അതുപോലെ തന്നെ ആ സഹകരിക്കുന്നതിലൂടെ ആ പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്ന നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റൽ വാർഡിലേക്ക്, ആ ഒരു യൂണിറ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിക്കാനും സാധിക്കും. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യൻസിന്റെ ചാർട്ടുകൾ എന്തുൾപ്പെടുത്തിയിട്ടുള്ളതാണ്? അതുമായി അനുബന്ധമായിട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന ഈ പേഷ്യൻസുമായി അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പൊ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ലാബിൽ നിന്നൊക്കെ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എക്സ്റേയോ സ്കാനിങ്ങുകളോ പോലുള്ള കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടാവാം. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ റെക്കോർഡുകളാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ആ റിപ്പോർട്ടുകളെല്ലാം പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും കീപ്പ് ചെയ്യുക. ഇനി ആ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് MRD അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ സൂക്ഷിക്കുക. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡുകൾ ഫിസിഷ്യൻസും അതുപോലെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അവരുടെ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് എമർജൻസി കോളുകൾ വരികയാണെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുക, അതിനെ അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ ഈ എമർജൻസി അല്ലാത്ത കേസുകളിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോളുകൾ വരികയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കുക. നെക്സ്റ്റ്, പേഷ്യൻസിന് എന്തെങ്കിലും ECGയോ എക്കോയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണെങ്കിൽ അവർ കൗൺസിലിന് വരുന്ന സമയം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം മെഡിക്കൽ റെക്കോർഡിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി സൂക്ഷിക്കുക. ഓക്കെ ആണോ? ആ 3 പോയിന്റ്സ്, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. ഒത്തിരി പോയിന്റ്സ് കൂടുതൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെങ്കിൽ കൂടി നിങ്ങൾക്ക് പഠിക്കണം. കാരണം ചെറിയൊരു ചാപ്റ്റർ ആണ്, അതിൽ പോയിന്റ്സ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് അതിന്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി വരുമ്പോൾ അവർ എന്തൊക്കെ പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ കിട്ടും കേട്ടോ. 1, 2, 3 പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ബാക്കിയുള്ള ഭാഗം പഠിക്കാം. ഓക്കെ, 6th പോയിന്റ്. 6th പോയിന്റ് പറഞ്ഞ എന്താണ്? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. ഇപ്പൊ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ആവശ്യമായിട്ട് വരാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഓൾ അതർ സ്റ്റോർസ് റിക്വയർമെന്റ്സ് ഫോർ പേഷ്യന്റ് കെയർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായിട്ട് വളരെ കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്ത്, ആ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് പേഷ്യൻസിന് എന്തൊക്കെ മരുന്നുകൾ ആവശ്യമായിട്ട് വരുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്ത് അവർക്ക് എന്താണ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ മീബ? ഓക്കെ, പിന്നടുത്ത ഭാഗം ക്ലിയർ ആണോ? ഒന്ന് വായിക്കേണ്ടതായിട്ട് ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റ്സ് കിട്ടില്ല. അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇന്ന് തന്നെ ഒന്നിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.